ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആയിരുന്നിരിക്കാം എന്ന് നമ്മൾ സാധാരണയായിട്ട് മലയാളത്തിൽ പറയാറുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇംഗ്ലീഷിൽ എന്താണ് യൂസ് ചെയ്യുന്നത്, അതാണ് മൈറ്റ് ഹാവ് ബീൻ. ഓക്കെ, അപ്പോൾ അത് ചേർത്തിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഹീ മൈറ്റ് ഹാവ് ബീൻ ദെയർ, അയാൾ അവിടെ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ സബ്ജക്റ്റ് ഹീ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൈറ്റ് ഹാവ് ബീൻ ചേർക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഹീ മൈറ്റ് ഹാവ് ബീൻ ആബ്സെൻറ്റ് ദാറ്റ് ഡേ, അയാൾ ആ ദിവസം ആബ്സെൻറ്റ് ആയിരുന്നിരിക്കാം. ഓക്കെ, ഹീ മൈറ്റ് ഹാവ് ബീൻ ആബ്സെൻറ്റ് ദാറ്റ് ഡേ. അടുത്തത് The reason for his committing suicide might have been love sickness. അയാൾ ആത്മഹത്യ ചെയ്യാൻ കാരണം പ്രേമനൈരാശ്യം ആയിരുന്നിരിക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കമ്മിറ്റിംഗ് സൂയിസൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആത്മഹത്യ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അടുത്തത് ലവ് സിക്നസ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് പ്രേമ നൈരാശ്യം. അതൊരു പുതിയ വേർഡാണ്, ലവ് സിക്നസ്. ഓക്കെ, അടുത്ത എക്സാമ്പിളിലോട്ട് പോകാം. ഷീ മൈറ്റ് നോട്ട് ഹാവ് ബീൻ അവെയർ ഓഫ് ഇറ്റ്, അതിനെപ്പറ്റി അവൾ ബോധവതി അല്ലായിരുന്നിരിക്കാം. അപ്പോൾ ഇത് നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഷീ എന്ന് പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റ്, അതിനുശേഷം മൈറ്റ് നോട്ട് ഹാവ് ബീൻ എന്നാണ് ചേർത്തിരിക്കുന്നത്. അവൾ അതിനെപ്പറ്റി ബോധവതി അല്ലായിരുന്നിരിക്കാം. അടുത്തത് ദ ഡോക്ടർ മൈറ്റ് നോട്ട് ഹാവ് ബീൻ ഇൻ, ഒരു പക്ഷേ ഡോക്ടർ അകത്ത് ഇല്ലായിരുന്നിരിക്കാം. ഓക്കെ, ഇവിടെ സബ്ജക്റ്റ് ദ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് മൈറ്റ് നോട്ട് ഹാവ് ബീൻ ആണ് ചേർത്തിരിക്കുന്നത്. അടുത്തത് ഷുഡ് ഹാവ് ബീൻ. ഷുഡ് ഹാവ് ബീൻ്റെ മീനിങ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആകേണ്ടതായിരുന്നു എന്ന അർത്ഥം വരുന്ന സന്ദർഭങ്ങളിലാണ് ഷുഡ് ഹാവ് ബീൻ നമ്മൾ ചേർക്കുന്നത്. ഷുഡ് ഹാവ് ബീൻ വരുന്ന എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. യു ഷുഡ് ഹാവ് ബീൻ പ്രസൻറ്റ്, നിങ്ങൾ സന്നിഹിതനാകേണ്ടതായിരുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ സബ്ജക്റ്റ് യു ആണ്, അതിനുശേഷം ഷുഡ് ഹാവ് ബീൻ ആണ് ചേർത്തിരിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ, യു ഷുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ, നിങ്ങൾ കുറെ കൂടി ശ്രദ്ധാലു ആകേണ്ടതായിരുന്നു. ഓക്കെ, അതായത് യു ഷുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ. യു ഷുഡ് ഹാവ് ബീൻ ഹിയർ ദാറ്റ് ടൈം, നിങ്ങൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. മനസ്സിലായല്ലോ? അതായത് യു ഷുഡ് ഹാവ് ബീൻ ഹിയർ ദാറ്റ് ടൈം, നിങ്ങൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരിക്കേണ്ടത് ആയിരുന്നു. അടുത്തത് നെഗറ്റീവ് സെൻറ്റൻസുകൾ നമുക്കൊന്ന് നോക്കാം. യു ഷുഡിൻറ്റ് ഹാവ് ബീൻ സോ ബൂസ്റ്റ്, നിങ്ങൾ ഇത്രയും ലക്ക് കെടുന്നത് വരെ മദ്യപിക്കരുതായിരുന്നു. അപ്പോൾ ലക്ക് കെട്ട് നമ്മൾ മദ്യപിക്കുന്നതിനെയാണ് എന്താ ബൂസ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അടുത്തത് ഷീ ഷുഡിൻറ്റ് ഹാവ് ബീൻ സോ ക്രൂവൽ, അവൾ ഇത്രയും ക്രൂര ആകരുതായിരുന്നു. മനസ്സിലായല്ലോ? അതായത് ഷീ ഷുഡിൻറ്റ് ഹാവ് ബീൻ സോ ക്രൂവൽ, ക്രൂര എന്നുള്ളതിൻ്റെ അർത്ഥത്തിലാണ് നമ്മൾ ക്രൂവൽ എന്ന് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഷുഡ് ഹാവ് ബീൻ ചേർത്ത് വരുന്ന ക്വസ്റ്റ്യൻ ഫോം നമുക്കൊന്ന് നോക്കാം. വേർ ഷുഡ് ഐ ഹാവ് ബീൻ, ഞാൻ എവിടെ കാണണമായിരുന്നു. ഓക്കെ, വേർ ഷുഡ് ഐ ഹാവ് ബീൻ, ഞാൻ എവിടെ കാണണമായിരുന്നു. അപ്പോൾ ഈ ഷുഡ് ഹാവ് ബീൻ്റെയും മൈറ്റ് ഹാവ് ബീൻ്റെയും ഉപയോഗം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു.